പുണർദം നക്ഷത്രക്കാർ പൊതുവെ സമാധാനപ്രിയരും സത്യസന്ധരും നീതിപൂർവ്വം പ്രവർത്തിക്കുന്നവരുമായിരിക്കും. നഷ്ടപ്പെട്ട ഐശ്വര്യം അല്ലെങ്കിൽ അധികാരം കഠിനാധ്വാനത്തിലൂടെ തിരിച്ചുപിടിക്കാനുള്ള അസാമാന്യമായ കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിജയത്തിന്റെ നക്ഷത്രമെന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തിന് രണ്ടു തരം സ്വഭാവ വിശേഷങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കും. മിഥുനക്കൂറിൽ വരുന്ന ആദ്യ 3 പാദക്കാർ ബുദ്ധിശക്തിക്കും ആശയവിനിമയത്തിനും പ്രാധാന്യം നൽകുമ്പോൾ, കർക്കിടകക്കൂറിൽ വരുന്ന അവസാന പാദം വികാരങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും കൂടുതൽ മൂല്യം നൽകുന്നു. 2026 ഏപ്രിൽ മാസം ഈ 2 കൂറുകാർക്കും ഒരേപോലെ നിർണായകവുമാണ്. 2026 ഏപ്രിൽ മാസം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, വേനലിന്റെ കാഠിന്യത്തിനിടയിലും മനസ്സിന് കുളിർമയേകുന്ന വിഷു സംക്രമം ഈ മാസത്തിലാണ് വരുന്നത്. മലയാളിക്ക് വിഷു എന്നത് വെറും ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഫലങ്ങളുടെ സൂചനയാണ്. പുണർദം നക്ഷത്രത്തിന്റെ അധിപനായ വ്യാഴത്തിന് ഈ കാലയളവിൽ വരുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. രണ്ടാമതായി, 2026 ഏപ്രിൽ മാസത്തിലെ പ്രപഞ്ചോർജം പുണർദം നക്ഷത്രക്കാരുടെ ഉള്ളിലെ സർഗാത്മകതയെയും ആത്മവിശ്വാസത്തെയും ഉണർത്താൻ പാകത്തിലുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന മാനസികമായ അസ്വസ്ഥതകൾക്കും സാമ്പത്തികമായ ഇടുക്കങ്ങളും മാറുന്നതിന്റെ ലക്ഷണങ്ങൾ ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടു തുടങ്ങും. പുനർദർശനം എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം കൈവിട്ടുപോയി എന്ന് കരുതിയ പല അവസരങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളെ തേടി തിരിച്ചെത്തുന്ന ഒരു മാസമാണിത്. വിഷുക്കണി കാണുന്നതിലൂടെ ലഭിക്കുന്ന പോസിറ്റീവ് എനർജി ഏപ്രിൽ മാസം മുഴുവൻ നിലനിർത്താൻ പുണർദം നക്ഷത്രക്കാർക്ക് സാധിക്കും. വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതിനാൽ ആത്മീയമായ ചിന്തകളും ഈശ്വരവിശ്വാസവും ഈ മാസം നിങ്ങളെ വഴി നടത്തും. കുടുംബ ബന്ധങ്ങളിൽ പുതിയൊരു അടുപ്പം അനുഭവപ്പെടുകയും ജോലിസ്ഥലത്ത് നിങ്ങളുടെ വ്യക്തിത്വം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാറ്റത്തിന്റെ കാറ്റ് ഈ ഏപ്രിലിൽ വീശുന്നുണ്ട്. കരിയറിൽ പുതിയ പടവുകൾ കയറാൻ ആഗ്രഹിക്കുന്നവർക്കും തടസ്സപ്പെട്ട് കിടന്ന വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ കാത്തിരിക്കുന്നവർക്കും ഈ മാസം ശുഭകരമായ സൂചനകൾ നൽകുന്നു. ചുരുക്കത്തിൽ 2026 ഏപ്രിൽ മാസം പുണർദം നക്ഷത്രക്കാർക്ക് പഴയ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ ഊർജത്തോടെ മുന്നേറാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആത്മവിശ്വാസത്തോടും ഈശ്വര ചിന്തയോടും ഈ മാസത്തെ സമീപിച്ചാൽ വരാനിരിക്കുന്ന വലിയ വിജയങ്ങളുടെ അടിത്തറ പാകാൻ നിങ്ങൾക്ക് സാധിക്കും. ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് കടക്കാതെ തന്നെ നിങ്ങളുടെ നക്ഷത്ര സ്വഭാവവും കാലത്തിന്റെ ഗതിയും പരിശോധിക്കുമ്പോൾ ഇതൊരു പുരോഗമനപരമായ മാസമായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം. 2026 ഏപ്രിൽ മാസത്തിൽ പുണർദം നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ വളരെ നിർണായകമായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ദീർഘകാലമായി ജോലി അന്വേഷിക്കുന്നവർക്ക് ഏപ്രിൽ പകുതിയോടെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. പ്രത്യേകിച്ച് IT, അധ്യാപനം, ബാങ്കിംഗ്, സർക്കാർ മേഖല എന്നിവയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ശുഭകരമാണ്. നിലവിൽ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യത കാണുന്നു. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും. എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള അസൂയയും മത്സരബുദ്ധിയും കരുതിയിരിക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് തൊഴിലിടത്തിലെ സമാധാനം നിലനിർത്താൻ സഹായിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. ഏപ്രിൽ 2ാം വാരത്തിന് ശേഷം ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം സാമാന്യം നല്ല ലാഭം കൊയ്യാൻ സാധിക്കും. പുതിയ നിക്ഷേപങ്ങൾക്കോ ബിസിനസ് വിപുലീകരണത്തിനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുയോജ്യമാണ്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എഴുത്ത്, അഭിനയം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിക്കാനിടയുള്ള മാസമാണിത്. സാമ്പത്തികമായി ഏപ്രിൽ മാസം മിശ്രഫലമാണ് നൽകുന്നത്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള ചെലവുകളും വന്നുചേരും. കൃത്യമായ ശമ്പളത്തിന് പുറമെ മറ്റു സ്രോതസ്സുകളിൽ നിന്നും പണം വരാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ പിരിഞ്ഞു കിട്ടുന്നത് വലിയ ആശ്വാസമാകും. ഭൂമി ഇടപാടുകളിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം. വീട് പുതുക്കി പണിയുന്നതിനോ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കോ ആയി പണം ചെലവാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കണം. ഓഹരി വിപണിയിലോ ചിട്ടികളിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ ദീർഘകാല നിക്ഷേപങ്ങൾ പുണർദം നക്ഷത്രക്കാർക്ക് ഈ മാസം ഗുണം ചെയ്യും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന മാസമായിരിക്കും ഇത്. ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും തർക്കങ്ങളും മാറി ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്നും വലിയൊരു പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കും. ദൂരയാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും ഈ മാസം പദ്ധതിയിടും. വിവാഹ കാര്യത്തിൽ തീരുമാനമാകാതെ ഇരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും വിവാഹം ഉറപ്പിക്കാനും ഈ മാസം അനുകൂലമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ ഉണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന സ്വത്ത് തർക്കങ്ങൾ മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കും. പുതിയ അതിഥികൾ കുടുംബത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്.
പുണർദം നക്ഷത്രക്കാർ ഈ മാസം ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്വസന സംബന്ധമായ അസ്വസ്ഥതകളോ അലർജിയോ ഉള്ളവർ ജാഗ്രത പാലിക്കണം. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് ചെറിയ ജലദോഷം, പനി എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണക്രമവും ഉറക്കവും പാലിക്കാൻ ശ്രദ്ധിക്കുക. മാസത്തിന്റെ ആദ്യ പകുതിയിൽ അനാവശ്യമായ ചിന്തകൾ മൂലം ചെറിയ മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം. എങ്കിലും ഏപ്രിൽ 14 ശേഷമുള്ള കാലഘട്ടം മാനസികമായി വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. രാത്രികാല യാത്രകളിലും വാഹനം ഓടിക്കുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തുക. വേഗത കുറയ്ക്കുന്നത് നല്ലതാണ്. ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക. സാമ്പത്തിക ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് ഉചിതം. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കുന്നത് ഭാവിയിലെ ചതിക്കുഴികൾ ഒഴിവാക്കാൻ സഹായിക്കും. 2026 ഏപ്രിൽ മാസം പകുതിയോടെ വരുന്ന വിഷു പുണർദം നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ ഒരു വർഷത്തിന്റെ തുടക്കമായിരിക്കും. ഈ വർഷം പുണർദം നക്ഷത്രക്കാർക്ക് ഉത്തമ ഫലമാണ് പ്രവചിക്കപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷമായി അനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾക്ക് ഒരു ശമനം ഈ വിഷുവിന് ശേഷം ഉണ്ടാകും. കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് മികച്ച വിളവ് ലഭിക്കും. പുതിയ വീട് വാങ്ങാനോ ഗൃഹപ്രവേശം നടത്താനോ ആഗ്രഹിക്കുന്നവർക്ക് വിഷുവിന് ശേഷമുള്ള മാസങ്ങൾ വളരെ അനുയോജ്യമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലമായതിനാൽ പുതിയ സംരംഭങ്ങൾ ധൈര്യമായി തുടങ്ങാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് ആഗ്രഹിച്ച വിഷയം തന്നെ ലഭിക്കും. സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ലഭിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ജനപിന്തുണ വർദ്ധിക്കും. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ സാധിക്കും. കുടുംബക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്താൻ അവസരം ലഭിക്കും. കുലദൈവ പ്രീതിക്കായി പൂജകൾ നടത്തുന്നത് ഐശ്വര്യം നൽകും. പുണർദം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമായതിനാൽ വ്യാഴപ്രീതി വരുത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ദിവസവും വൈകുന്നേരങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. ഇത് മനസ്സിനും ശരീരത്തിനും പോസിറ്റീവ് ഊർജ്ജം നൽകും. വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും ദോഷശമനത്തിന് നല്ലതാണ്. വസ്ത്രങ്ങളോ ഭക്ഷണമോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് ഉത്തമമാണ്. വ്യാഴമന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. സാധിക്കുമെങ്കിൽ ജന്മനക്ഷത്ര ദിവസം ശാസ്താവിനെയോ ശിവനെയോ ഭജിച്ച് നീരാജനം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. പുണർദം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം മൊത്തത്തിൽ ശുഭകരമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ അനുഭവപ്പെടുന്ന ചെറിയ തടസ്സങ്ങൾ വിഷുസംക്രമത്തിന് ശേഷം മാറിപ്പോകും. സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും. ആരോഗ്യകാര്യങ്ങളിൽ സ്വയം ശ്രദ്ധിക്കുകയും ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുകയും ചെയ്താൽ 2026 ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിലൊന്നായി മാറും. ഈ മാസഫലം പൊതുവായ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനമാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാസന്ധികൾക്കനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. കൃത്യമായ ഫലമറിയാൻ ഒരു ജ്യോതിഷിയെ നേരിട്ട് കാണുന്നത് ഉചിതമായിരിക്കും.